അധിനിവേശത്തിന്റെ ചിറകിലേറി ഇറാന്റെ ആകാശപരിധി ലംഘിച്ചെത്തിയ അമേരിക്കൻ അഹങ്കാരത്തിന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഉരുക്കുമുഷ്ടിയേറ്റപ്പോൾ കത്തിയമർന്നത് വെറുമൊരു യുദ്ധവിമാനമല്ല, മറിച്ച് അമേരിക്കയുടെ സൈനിക ആധിപത്യം കൂടിയാണ്. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ വരുന്നവന്റെ ആധുനിക യന്ത്രപക്ഷികളെ വെറും ചവറുകളാക്കി മാറ്റുന്ന ഇറാന്റെ പ്രതിരോധവീര്യം ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പതറിപ്പോയ 2 സൈനികരെ രക്ഷിക്കാൻ വേണ്ടി $500 മില്യൺ ഏകദേശം 4200 കോടി രൂപയുടെ യുദ്ധസാമഗ്രികൾ ഇറാനിയൻ മണ്ണിൽ ഹോമിക്കേണ്ടി വന്ന അമേരിക്കൻ നടപടി വെറുമൊരു രക്ഷാദൗത്യമല്ല, മറിച്ച് സാമ്രാജ്യത്വധിക്കാരത്തിന് ലോകം നൽകേണ്ടിവരുന്ന കനത്ത വിലയുടെയും അമേരിക്കൻ സൈനിക തന്ത്രങ്ങളുടെ സമ്പൂർണ്ണ പരാജയത്തിന്റെയും നേർചിത്രമാണ്. ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ അരങ്ങേറിയ രക്ഷാദൗത്യം വെറുമൊരു പരാജയമല്ല, മറിച്ച് അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെയും സൈനികരുടെ പോരാട്ട വീര്യത്തെയും അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാതെ തങ്ങളുടെ തന്നെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ തകർത്തു പിന്മാറേണ്ടി വന്ന അമേരിക്കൻ സൈന്യത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. 100 മില്യണിലധികം വില വരുന്ന 2 MC-130J കമാൻഡോ വിമാനങ്ങളും MH-6 ലിറ്റിൽ ബേർഡ് ഹെലികോപ്റ്ററുകളും അമേരിക്കൻ സൈന്യം സ്വന്തം കൈപ്പടയാൽ തന്നെ ബോംബിട്ട് നശിപ്പിച്ചത് ഇറാന്റെ സാങ്കേതിക മികവിനെ അവർ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ കൃത്യമായ തെളിവാണ്. സ്വന്തം ആയുധങ്ങൾ ശത്രുവിന്റെ മണ്ണിൽ ഉപേക്ഷിച്ച് ഓടേണ്ടിവരുന്ന ഒരു മഹാശക്തി എന്ന പരിഹാസ്യമായ അവസ്ഥയിലേക്കാണ് അമേരിക്ക വീണുപോയിരിക്കുന്നത്. ഇതിനു പുറമെ ആകാശത്തെ അജയ്യമായ നിരീക്ഷണ സംവിധാനമെന്ന് അമേരിക്ക വീമ്പിളക്കുന്ന MQ-9 റീപ്പർ ഡ്രോണുകളെ ഇറാന്റെ പ്രതിരോധ സേന ആകാശത്തുവെച്ച് തന്നെ ചാരമാക്കി മാറ്റി. ആധുനിക സാങ്കേതിക വിദ്യകൾക്ക് മുകളിലാണ് ഇറാന്റെ കരുത്തെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. കേവലം ഒരു പൈലറ്റിനെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രം 500 മില്യണിലധികം മൂല്യമുള്ള ആയുധശേഖരം ഇസ്ഫഹാന്റെ മണ്ണിൽ ഹോമിക്കപ്പെട്ടത് അമേരിക്കൻ സൈനിക തന്ത്രങ്ങളുടെ പാപ്പരത്തമാണ് വിളിച്ചോതുന്നത്. അധിനിവേശത്തിനായി എത്തുന്നവർക്ക് ഇറാനിയൻ മണ്ണ് ഒരു ശ്മശാനമായി മാറുമെന്ന യാഥാർത്ഥ്യം ഈ സൈനിക വിനാശത്തിലൂടെ ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നയതന്ത്രത്തിന്റെ അന്തസ്സ് പൂർണ്ണമായും കൈവിട്ട് തെരുവുഗുണ്ടകളെ അനുസ്മരിപ്പിക്കുന്ന ഭാഷയിൽ ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ ആഗോള സമാധാനത്തിന്മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല, മനുഷ്യത്വത്തിന് നിരക്കാത്ത യുദ്ധക്കുറ്റം കൂടിയാണ്. ഹോർമുസ് കടലിടുക്കുപോലുള്ള തന്ത്രപ്രധാനമായ ജലപാതകളെ സംഘർഷഭരിതമാക്കുന്നതിലൂടെ ലോകത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലയെയാണ് അമേരിക്ക തകർക്കുന്നത്. ഇതിന്റെ ഫലമായി ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുമ്പോൾ അതിന്റെ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് വികസ്വര രാജ്യങ്ങളിലെ സാധാരണക്കാരാണ്. അമേരിക്കയുടെ ഈ യുദ്ധക്കുതിയുടെ പ്രത്യാഘാതങ്ങൾ ഇതിനോടകം തന്നെ സാധാരണക്കാരന്റെ പോക്കറ്റുകളിൽ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ധനവില വർധനവ് ചൂണ്ടിക്കാട്ടി ആമസോൺ പോലുള്ള ആഗോള ഇ-കൊമേഴ്സ് ഭീമന്മാർ ഡെലിവറി സർചാർജുകൾ ഏർപ്പെടുത്തുന്നതും വിമാനക്കമ്പനികൾ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടുന്നതും ഒരു തുടക്കം മാത്രമാണ്. ട്രംപിന്റെ പിടിവാശികൾ കാരണം ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ പട്ടിണിയും പണപ്പെരുപ്പവും വർദ്ധിക്കുന്നത് ആഗോളതലത്തിൽ വലിയ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാകും. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സൈനിക ആധിപത്യം സ്ഥാപിക്കാനുമായി ലോക ജനതയെയാകെ പണയം വയ്ക്കുന്ന അമേരിക്കയുടെ ഈ നടപടികൾ സമാധാനമാഗ്രഹിക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് വഴിതെളിയിക്കുകയാണ്. സാമ്രാജ്യത്വത്തിന്റെ ഈ ആക്രോശങ്ങൾ ആത്യന്തികമായി അമേരിക്കയുടെ തന്നെ ഒറ്റപ്പെടലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്വന്തം അതിർത്തികളും പരമാധികാരവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, ഇസ്ഫഹാന്റെ മലനിരകളിൽ കത്തിയമർന്ന അമേരിക്കൻ വിമാനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിൽ കൊടും തണുപ്പിലും ഭീതിയിലും ഒരമേരിക്കൻ എയർമാന് 48 മണിക്കൂറിനധികം ഒളിച്ചിരിക്കേണ്ടി വന്ന അവസ്ഥ ഇറാനിയൻ മണ്ണിൽ അധിനിവേശം നടത്താൻ മോഹിക്കുന്നവർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. വൻകിട ആയുധശേഖരവും സാങ്കേതിക തികവും കൊണ്ട് മാത്രം ഒരു ജനതയുടെ ആത്മവീര്യത്തെ കീഴടക്കാനാവില്ലെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ലോകത്തിലെ ഏറ്റവും കരുത്തുള്ളതെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങൾ പോലും ഇറാന്റെ പ്രതിരോധത്തിനു മുന്നിൽ വെറും ലോഹക്കൂട്ടങ്ങൾ മാത്രമായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്.
ഈ ദൗത്യത്തിനായി ചെലവായ $500 ബില്യൺ ചാരമായി മാറുമ്പോൾ അത് കേവലം ഒരു സാമ്പത്തിക നഷ്ടം മാത്രമല്ല, മറിച്ച് അമേരിക്കൻ സൈനിക മേധാവിത്വത്തിന്റെ അന്ത്യം കൂടിയാണ് കുറിക്കുന്നത്. ചില ഭരണാധികാരികളുടെ വ്യക്തിപരമായ അഹങ്കാരത്തിനും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി എത്രകാലം ലോകജനത ഇത്തരത്തിലുള്ള സാമ്പത്തികവും മാനുഷികവുമായ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന വലിയ ചോദ്യം ഈ സംഭവം അവശേഷിപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ എണ്ണ വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ടും സമാധാനപരമായ നയതന്ത്ര ചർച്ചകളെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടും അമേരിക്ക നടത്തുന്ന ഈ കളി തീക്കളി തന്നെയാണ്. ഒരു വശത്ത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോൾ, മറുവശത്ത് മറ്റൊരു രാജ്യത്തെ തകർക്കാൻ ശതകോടികൾ ഒഴുക്കുന്നത് അധിനിവേശ രാഷ്ട്രീയത്തിന്റെ ക്രൂരമായ മുഖമാണ് വെളിപ്പെടുത്തുന്നത്. ആധുനിക വൻതന്ത്രങ്ങളെക്കാൾ കരുത്ത് പാരമ്പര്യമായി കാത്തുസൂക്ഷിക്കുന്ന രാജ്യസ്നേഹത്തിനുണ്ടെന്ന് തെളിയിച്ചതിലൂടെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനത്തെ തകർക്കാൻ ഒരു ശക്തിക്കുമാവില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്.